وعلى آله وصحبه أجمعين. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായമായ അൽ അറാഫ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അറാഫിലെ 73 ആയത്തുകളുടെ ആശയങ്ങളാണ് നാം ഗ്രഹിച്ചത്. ഇന്ന് നമുക്ക് 74 മുതലുള്ള ആയത്തുകൾ ശ്രദ്ധിക്കാം. ഇതിന്റെ സൗണ്ട് ഒന്ന് കൂട്ടിക്ക്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واذكروا إذ جعلكم خلفاء من بعد عاد وبوأكم في الأرض تتخذون من سهولها قصورا وتنحتون الجبال بيوتا فاذكروا آلاء الله ولا تعثوا في الأرض مفسدين. 73-ാമത്തെ ആയത്ത് മുതൽ നമ്മൾ ആരെക്കുറിച്ചാണ് പഠിക്കുന്നത്? സമൂദ് ഗോത്രത്തെ കുറിച്ചാണ്. അതിന്റെ മുമ്പ് ആദ് സമൂഹത്തെ കുറിച്ചായിരുന്നു മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ അറാഫിൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലെ സമൂഹങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. എന്തിനാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ മക്കയിലുള്ള അറബികളും ആ നാട്ടുകാർ പൊതുവെയും തള്ളിപ്പറഞ്ഞു. ഇതെങ്ങനെയാണ് മനുഷ്യനായ ഒരു പ്രവാചകൻ? ഇയാൾ നമുക്കിടയിൽ ജനിച്ച് ജീവിച്ച് വളർന്ന ആളല്ലേ? ഇങ്ങനെ പല സംശയങ്ങളും ഉന്നയിച്ച് തള്ളിക്കളയാൻ ശ്രമിച്ചു. അപ്പൊ അല്ലാഹു തആല പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയാണ്. മുമ്പും ഇതേപോലെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ആദം അലൈഹിസ്ലാം മുതൽ നൂഹ് അലൈഹിസ്ലാമിലൂടെ തുടർന്ന് അങ്ങനെ ഹൂദ് അലൈഹിസ്ലാമും സ്വാലിഹ് അലൈഹിസ്ലാമും ആ പ്രവാചക പരമ്പര 100,000-ൽ പരമാണ് എന്ന് ഹദീസുകൾ വരുന്നുണ്ട്. അതിനാൽ പ്രവാചകത്വത്തെ തള്ളിപ്പറയുന്നത് ശരിയല്ല. അത് ശരിയായ നടപടിക്രമമല്ല. നിങ്ങൾക്ക് തന്നെയാണ് അതുകൊണ്ടുണ്ടാകുന്ന ദോഷം. നൂഹ് അലൈഹി ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞ സമൂഹം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ അതിക്രമങ്ങൾ കൊണ്ട്, പ്രവാചകന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാത്തത് കൊണ്ട്. ഇതേപോലെ ആദ് ജനതയ്ക്കും സംഭവിച്ചു. അവരെ അല്ലാഹു നശിപ്പിച്ചു, ശക്തമായ കാറ്റിലൂടെ നശിപ്പിച്ചു. തുടർന്ന് അവരുടെ പിന്മുറക്കാരായി വന്നത് സമൂദ് ഗോത്രമാണ്. അവരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. 73-ാമത്തെ ആയത്തില് അവരിലേക്ക് വന്ന പ്രവാചകൻ ആരാണ്? സ്വാലിഹ് അലൈഹിസ്സലാം. അവരെ ഉപദേശിച്ച കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യം എടുത്തു പറഞ്ഞത്. യാ ഖൗമി അബ്ദുല്ലാഹ്, എൻ്റെ ജനതേ, എൻ്റെ സമൂഹമേ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യൂ. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാത്ത മറ്റൊരു ഇലാഹും ഒരു ആരാധ്യനും നിങ്ങൾക്കില്ല. ഖദ് ജാഅത്കും ബയ്യിനത്തും മിർ റബ്ബിക്കും, ഇതാ നിങ്ങൾക്ക് നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, അതിനുള്ള തെളിവുകൾ വന്നെത്തിയിരിക്കുന്നു. ഹാദിഹി നാഖത്തുല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ ഒട്ടകമാണ്. ഒട്ടകത്തെയാണ് ദൃഷ്ടാന്തമായിട്ട് മുഅ്ജിസത്തായിട്ട് നൽകിയത്, അല്ലെ? ലക്കും ആയ, നിങ്ങൾക്കുള്ള നേരിട്ട് കാണാൻ പറ്റുന്ന തെളിവ്. ഈ ഒട്ടകത്തെ അള്ളാഹുവിന്റെ ഭൂമിയിൽ അതിന് ഇഷ്ടം പോലെ തിന്ന് മേഞ്ഞ് നടക്കാനായിട്ട് നിങ്ങൾ വെറുതെ വിടണം. വലാ തമസ്സുഹ ബിസൂ, നിങ്ങൾ അതിനെ അന്യായമായിട്ട് അതിക്രമിക്കരുത്, ഉപദ്രവിക്കരുത്.
ഫയഖുദക്കും അദാബുൻ അലീം, അപ്പോൾ നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ടാവും. ഇത് കുറെ നാളുകളിലെ സ്വാലിഹ് അലൈഹി ഇസ്ലാമിന്റെ പ്രബോധന വർത്തമാനങ്ങളാണ് അള്ളാഹു താല ഒരു ആയത്തിൽ ചേർത്ത് പറയാൻ. അപ്പൊ എല്ലാം വ്യക്തമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്നാണ് സ്വാലിഹ് അലൈഹി ഇസ്ലാം അവരെ പഠിപ്പിച്ചത്. അവർക്ക് ഇത് പ്രവാചകനാണോ എന്നതിന് തെളിവ് വേണമല്ലോ. അതിനുള്ള തെളിവായിട്ട് ഒട്ടകത്തെ നിശ്ചയിച്ചു. അതേപോലെ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ബയ്യിനത്തുകളുണ്ട്. ആകാശവും ഭൂമിയും, അല്ലെ, കടലും കരയും, ചൂടും തണുപ്പും, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും, അവനവൻ തന്നെയും ഒരു ദൈവമുണ്ട് എന്നതിന്റെ തെളിവാണ്. എന്നിട്ട് ഈ ഒട്ടകത്തെ കുറിച്ച് പറഞ്ഞു, ഒട്ടകം യഥേഷ്ടം ഈ ഭൂമിയിൽ തിന്നു നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അർളില്ല, അള്ളാഹുവിന്റെ ഭൂമിയാണ്. നമ്മുടെ 10 സെന്റോ ആ 10 സെന്റും അള്ളാഹുവിൻ്റെതാണല്ലോ. നമ്മൾ സ്റ്റേറ്റുകളായും രാജ്യങ്ങളായും ഒക്കെ അതിർത്തികൾ വേർതിരിച്ചു വെച്ച ഭൂപ്രദേശങ്ങളൊക്കെ അള്ളാഹുവിൻ്റെതാണ്, അല്ലേ? അതിനാൽ അള്ളാഹുവിന്റെ ഒട്ടകം അള്ളാഹുവിന്റെ ഭൂമിയിൽ മേഞ്ഞു നടക്കട്ടെ, നിങ്ങൾ അതിനെ ഉപദ്രവിക്കരുത്. എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അവര് പരീക്ഷിക്കാനാണ്, അവരിലെ അഹങ്കാരം എത്രത്തോളം ഉണ്ടെന്നറിയാൻ. ഇനി ഇത് പ്രവാചകനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവർ അള്ളാഹുവിലേക്ക് തിരിച്ചെത്തുകയാണെങ്കിലോ, അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അവസരം കൊടുത്തത്. നിങ്ങളായിട്ട് അതിനെ ഉപദ്രവിക്കരുത് എന്നും സ്വാലിഹ് അലൈഹിസ്ലാം അവരെ ഉണർത്തി. അപ്പൊ അങ്ങനെ ഒട്ടകം അവർക്കിടയിൽ ഇങ്ങനെ വിഹരിക്കുകയാണെന്ന് മനസ്സിലാക്കണം. അതിനിടയിൽ സ്വാലിഹ് അലൈഹിസ്ലാം പിന്നീട് അവർക്ക് നൽകിയ സന്ദേശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒട്ടകത്തിന് എന്ത് സംഭവിച്ചു എന്നത് അടുത്ത ആയത്തിലാണ് പരാമർശം വരിക. ഇവരെന്തൊക്കെ അബദ്ധങ്ങളാണ്, അതിക്രമങ്ങളാണ് കാണിച്ചിരുന്നത് എന്നൊക്കെ 74-ാമത്തെ ആയത്തിൽ പറയാൻ. വദ്കുറു, നിങ്ങൾ ഓർക്കണം. എന്താ ഓർക്കേണ്ടത്? ഇദ് ജഅലകും ഖുലഫ, നിങ്ങളെ അവൻ അള്ളാഹു പ്രതിനിധികളാക്കി. ഖലീഫ പ്രതിനിധിയാണ്, അല്ലെങ്കിൽ പിൻഗാമി എന്നും പറയാം. അള്ളാഹുവിനോട് ചേർത്ത് പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രതിനിധിയാക്കി എന്നാണ്. മിൻ ബഅദി ആദ്, ആദ് സമൂഹത്തിന് ശേഷം അവൻ നിങ്ങളെ അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. ആദ് ജനതയുടെ പിൻഗാമികളായിട്ടാണ് ഇവർ വരുന്നത്, അതിനുശേഷമാണ് വരുന്നത്. അതേസമയം അള്ളാഹുവിന്റെ ഖലീഫമാരായിട്ടാണ് എന്ന് പറയുന്നു. അത് വലിയൊരു ആശയമാണ്, അല്ലെ? സൂറത്തുൽ ബഖറയിൽ നമ്മൾ പഠിച്ചില്ല, അള്ളാഹു തആല മലക്കുകളോട് പറഞ്ഞ ഒരു കാര്യം, ഇന്നി ജാഇലും ഫിൽ അർദി ഖലീഫ, നിശ്ചയം ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ പകരക്കാരൻ എന്നുള്ളതല്ല, അള്ളാഹുവിന്റെ തുല്യമായ മറ്റൊരു ദൈവത്തെ നിശ്ചയിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. അള്ളാഹുവിന്റെ നിയമവിധികൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം, അള്ളാഹുവിന്റെ നിയമങ്ങൾ സ്വയം നടപ്പിലാക്കുന്ന, സ്വന്തത്തിലും കുടുംബത്തിലും സമൂഹത്തിലും നടപ്പിലാക്കുന്ന സമൂഹം. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന സമൂഹം, ആ ദീനിനെ സമൂഹത്തിൽ സ്ഥാപിച്ച് നടപ്പിലാക്കുന്ന സമൂഹം, ഒരു ഇസ്ലാമിക ജീവിത വ്യവസ്ഥ, സാമൂഹിക ക്രമം കെട്ടിപ്പടുക്കുന്ന സമൂഹം എന്നൊക്കെ ഖലീഫ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജഅലകും ഖുലഫാ മിൻ ബഅദി ആദ്, ആദ് സമൂഹത്തിന് ശേഷം അവൻ അള്ളാഹു നിങ്ങളെ തന്റെ പ്രതിനിധികളാക്കിയത് നിങ്ങൾ ഓർക്കുക എന്ന് അള്ളാഹു അവരോട് പറയാൻ. വബവ്വഅകും ഫിൽ അർദ്, മാത്രമല്ല അവൻ എന്ത് ചെയ്തു? ബവ്വഅ എന്ന് പറഞ്ഞാൽ താമസ സൗകര്യം ഒരുക്കി എന്നാണ്. ഒരു നിശ്ചിത പ്രദേശം നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ച് ഇവിടെ നിങ്ങൾ താമസിച്ചോളൂ, നിങ്ങൾക്ക് ആവശ്യമായതൊക്കെ ഇവിടെ കിട്ടും, വെള്ളവും ഭക്ഷണവും താമസ സംവിധാനങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ അവർ താമസിപ്പിച്ചതാണ്, അല്ലെ? നല്ല കൃഷിയോഗ്യമായ ഭൂമിയാണ് അവർക്ക് ലഭിച്ചത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ സമൂദ് ഗോത്രം അവിടെ കഴിയാണ്. ബവ്വഅകും ഫിൽ അർദ് തത്തഖിദൂന മിൻ സുഹൂലിഹാ ഖുസൂറ. എന്നിട്ട് ഇവരെന്താ ചെയ്തത്? അതിനെക്കുറിച്ച് അള്ളാഹു പറയാണ്, തത്തഖിദൂൻ, നിങ്ങൾ സ്വീകരിക്കുന്നു, അഥവാ നിങ്ങൾ ഉണ്ടാക്കുന്നു, മിൻ സുഹൂലിഹ, സഹിൽ എന്ന വാക്കിന് എളുപ്പം എന്നാണ് അർത്ഥം.
സഹിൽ എന്ന് പേരിടാറുണ്ട് അല്ലെ. ഇവിടെ ഉദ്ദേശിക്കുന്നത് സഹിൽ എന്നതിന്റെ ബഹുവചനാണ് സുഹൂല്. ഉദ്ദേശിക്കുന്നത് സമതലങ്ങൾ എന്നാണ്. താമസ സൗകര്യത്തിന് ഏറ്റവും പറ്റിയ ഇടങ്ങൾ സമതലങ്ങളാണല്ലോ. അങ്ങനെയുള്ള സ്ഥലമാണ്. മീൻ സുഹൂലിഹ ഖുസൂർ. എന്താണ് ഖുസൂർ? കൊട്ടാരങ്ങളാണ്. ഖസർ കൊട്ടാരം, കോട്ട എന്ന അർത്ഥത്തിലും പറയും. വലിയ കോട്ടകൊത്തളങ്ങൾ എന്ന് പറയില്ലേ, സകല ഭൗതിക വിഭവ സംവിധാനങ്ങളോടും കൂടിയുള്ള മഹാസൗധങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, രാജകൊട്ടാരങ്ങൾ. അങ്ങനെ ഉള്ളതിനാണ് ഖസർ പറയാൻ. അപ്പോ തത്തഖിദൂന മിൻ സുഹൂലിഹ ഖുസൂറ, നിങ്ങൾ സമതലങ്ങളിൽ വലിയ വലിയ കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നു. പിന്നെ എന്താണ് അവർ ചെയ്തിരുന്നത്? വതൻഹിതൂനൽ ജിബാല ബുയൂതൻ. നഹത എന്ന് പറഞ്ഞാൽ തുരന്നു എന്ന അർത്ഥം. വതൻഹിതൂനൽ ജിബാൽ, ജബൽ മല, ജിബാൽ മലകൾ. വതൻഹിതൂനൽ ജിബാൽ, നിങ്ങൾ മലകൾ തുരക്കുന്നു. എന്നിട്ടോ ബുയൂതൻ, വീടുണ്ടാക്കുന്നു. മല തുരന്ന് വീടുണ്ടാക്കുകയാണ്. അതിലെന്താ കുഴപ്പം എന്നൊരു പക്ഷെ നമ്മൾ ചിന്തിക്കും. അവിടെ മനസ്സിലാക്കേണ്ടത് അവരുടെ സകല ആർഭാടങ്ങളുടെയും ധൂർത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും പ്രതീകമായി കൊണ്ടാണ് അവിടെയൊക്കെ അവര് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത് എന്നാണ്. അപ്പൊ സമതലങ്ങളിൽ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്നു. സാധാരണ ജീവിക്കാൻ വേണ്ട ഒരു സംവിധാനം എന്നതിനപ്പുറത്ത് വലിയ വലിയ രമ്യഹർമ്മ്യങ്ങൾ. നമ്മളും ഇപ്പോ ഇങ്ങനെ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ വഴിയോരങ്ങളൊക്കെ കാണുന്നില്ലേ, കൊട്ടാരങ്ങൾ പോലുള്ള വീടുകള്. അതിനാണെങ്കിൽ കൊട്ടാരത്തെക്കാൾ ഭദ്രമായ മതിലുകൾ ഉയർത്തി കെട്ടിയിട്ട് സെക്യൂരിറ്റി ഒക്കെ ആയി ഒരു പ്രത്യേക ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. അങ്ങനെയാണ്. ഒരാൾക്ക് കിടക്കാൻ എത്ര സ്ഥലം വേണം? ശരിക്കും ഒരു 1.5 സ്ക്വയർ ഫീറ്റ് വീതിയും ഒരു 6 സ്ക്വയർ ഫീറ്റ് നീളവും അത്രയ്ക്കല്ലേ വേണ്ടു. ഒരാൾക്ക് കിടക്കാനുള്ള ഇടം അത്രയും വേണ്ടു അല്ലെ. പക്ഷെ അയാൾ കിടക്കുന്ന കട്ടിലുണ്ടല്ലോ, പണ്ട് ഡബിൾ കോട്ട് എന്ന് പറഞ്ഞിരുന്നു, പിന്നെ അത് ഫാമിലി കോട്ടായി. അങ്ങനെ അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. അത് പിന്നെ വലിയ വലിയ റൂമുകൾ, വീട്ടില് വലിയ റൂമുകൾ. ആ റൂമിലെ ആ വീട്ടിനകത്ത് ഗൃഹനാഥനും ഭാര്യയ്ക്കും താമസിക്കാനായിട്ട് അതിൽ ഗംഭീരമായ റൂമുകൾ സജ്ജീകരിക്കുന്നു. ഓരോ വീട്ടിലെ അംഗത്തിനും റൂമുകൾ ഉണ്ട് എന്ന് മാത്രമല്ല, ഇനി ഗസ്റ്റുകൾ വന്നാൽ അവരെല്ലാം ഉൾക്കൊള്ളും വിധത്തിലുള്ള 10, 20, 25 ഒക്കെ റൂമുകളുള്ള മഹാസൗധങ്ങളാണ് നിർമ്മിക്കുന്നത്. അങ്ങനെയാണല്ലോ. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ജീവിത രീതി എന്നുള്ളതാണ്. ഒരാൾക്ക് വയറ് നിറയാൻ അരച്ചാണ് എന്നാണ് പറയാം അല്ലെ. ചെറിയ ഒരു ഭാഗമാണ് മനുഷ്യന്റെ ആമാശയം എന്ന് പറയുന്നത്. പക്ഷെ അത് നിറയാൻ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു. ഒരാൾക്ക് സഞ്ചരിക്കാൻ ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു കാറ് വേണം. പക്ഷെ ഒരു വീട്ടിൽ തന്നെ ഓരോ അംഗത്തിനും വ്യത്യസ്ത കാറുകളും അവയെല്ലാം പ്രൗഢിയുള്ളതുമാകുന്നു. ഇങ്ങനെ എല്ലാ നിലയ്ക്കും പിടിവിട്ടു പോകുന്ന അവസ്ഥയാണ് ഇങ്ങനെ ഭൂമിയില് പിന്നെ സമതലങ്ങളിൽ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. ഈ ലോകം തന്നെ സ്വർഗമായിട്ട് മാറുന്ന അവസ്ഥയാണ്. മല തുരന്ന് വീടുണ്ടാക്കുക എന്നാണ് പിന്നെ പറഞ്ഞത്. സൂറത്തുൽ ഫജ്റില് സമൂദിനെയും നിന്റെ നാഥൻ എന്ത് ചെയ്തുവെന്ന് നീ കണ്ടില്ലേ എന്ന ചോദ്യത്തോടു കൂടിയാ പറയുന്നത്. അല്ലദീന ജാബു സഹർ, അവർ പാറകൾ വെട്ടിപ്പണിതു എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് തൻഹിതൂനൽ ജിബാല ബുയൂതൻ എന്നതിന്റെ മറ്റൊരു ഭാഷയാണ്. അല്ലദീന ജാബു സഹ്റ ബിൽ വാദ്, താഴ്വാരങ്ങളിൽ പാറകൾ വെട്ടിപ്പണിതു എന്ന് പറഞ്ഞാല് വലിയ വലിയ പാറകൾ, പാറ മാത്രമുള്ള പർവ്വത നിരകളുണ്ടല്ലോ, അതിങ്ങനെ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ അകത്ത് വീട് നിർമ്മിക്കാം, അത് വീടാക്കിയിട്ട് മാറ്റാം. അത് വളരെ സുന്ദരമായിട്ട് അവർ ആവിഷ്കരിക്കുന്നുണ്ട്. ഈ മേഖലയിൽ ഇവർ താമസിച്ച ഇടങ്ങളിൽ സമൂദിന്റെ വാസസ്ഥലം എന്ന് പറയുന്നത് മദായിന സ്വാലിഹ് എന്ന് പറയുന്ന പ്രദേശമാണല്ലോ. ആ പ്രദേശത്ത് ഇപ്പോഴും അങ്ങനെയുള്ള വീടുകളുടെ അവശിഷ്ടങ്ങളുണ്ട്. അതിസുന്ദരമായിട്ട് അതിൻ്റെ മുൻഭാഗം കലാപരമായിട്ട് കൊത്തുപണികളാൽ അലങ്കരിക്കുന്നു. അതിനകത്ത് വിശാലമായ നമ്മളിപ്പോൾ താമസിക്കുന്ന
റൂമുകൾ പോലെയുള്ള വിശാലമായ റൂമുകൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. എന്നിട്ടോ അതിലേക്ക് ഇറങ്ങി വരാനുള്ള സ്റ്റെപ്പുകൾ, ഗോവണികളുണ്ട്, അതിനകത്ത് നല്ല ഷെൽഫുകൾ കൊത്തിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ആധുനിക കാലഘട്ടത്തിലെ എഞ്ചിനീയറിംഗ് സംവിധാനങ്ങൾ പോലെ, അതിനേക്കാൾ മികച്ചത് എന്ന് തന്നെ പറയാം, അത്രയും സുന്ദരമായിട്ട് അവര് അന്ന് ഈ ഗംഭീരമായ മണിമാളികകൾ ശില്പചാതുരിയോട് കൂടിയിട്ട് പണിതുയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം? അതിനെ മറ്റൊരു ഭാഷയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. ആദ് ജനത മലമുകളിലാണ് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയത്. മലമുകളിൽ ഗോപുരങ്ങൾ പണിയായിരുന്നു, അല്ലെ? ഖുർആൻ അത് പറയുന്നുണ്ടല്ലോ. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ്. വലിയ ഗോപുരങ്ങൾ കണക്കെ ഉയർന്നു നിൽക്കുന്ന, ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന ഗോപുരങ്ങളാണ് അവർ പണിതത്. ഇപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെയുള്ളതിലാണ് അഭിമാനിക്കുന്നത്, അല്ലെ? ബുർജ് ഖലീഫയുണ്ട്, പിന്നെ ദുബായിൽ ഉണ്ടാക്കിയിരിക്കുന്നു, അതുപോലെ മക്കത്ത് ക്ലോക്ക് ടവർ ഉണ്ട്, മലേഷ്യയിൽ ടിൻ ടവർ ഉണ്ട്. അതിനൊക്കെ ഉടമകൾ മുസ്ലിം സമുദായം തന്നെയാണ് എന്ന് കാണാം. അപ്പൊ അതിലൊക്കെയാണ് മനുഷ്യൻ എപ്പോഴും അഭിരമിച്ചു കൊണ്ടിരിക്കുന്നത്, അഹങ്കരിച്ചും പൊങ്ങച്ചം പ്രകടിപ്പിച്ചും ഞങ്ങള് കെട്ടിടം നോക്കി എത്ര ഉയരത്തിലാണ്. ഇതേപോലെ അതിന്റെ പിന്നാലെ സാധാരണക്കാരനും ഉള്ളതിനനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്താണ്, ഇപ്പൊ ഒരാൾ ഗംഭീരം കല്യാണം നടത്തുമ്പോൾ നമുക്ക് മോശമാക്കാൻ പറ്റൂലല്ലോ. ഒരു 5-10 വിഭവങ്ങൾ ഒരുക്കി, പിന്നെ പലതരത്തിലുള്ള ഡാൻസുകളും പരിപാടികളൊക്കെ ആയിട്ട് കൊഴുപ്പിക്കാണ് കാര്യങ്ങൾ. അപ്പൊ ഇതാണ് ശരിക്കും സംഭവിക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സമൂത് ഗോത്രം പാറ വെട്ടി പണിതത്? അതിന്റെ ഒരു കാരണം എന്താണെന്നറിയോ? ആദ് സമൂഹം മലമുകളിൽ ഗോപുരങ്ങൾ പണിതു. അപ്പൊ അതിനെ കാറ്റ് വന്ന് അടിച്ചു വീശിയിട്ട് 7 രാവും 8 പകലും ഒരുപോലെ അടിച്ചു വീശി കശക്കി എറിഞ്ഞു കളഞ്ഞു ആ കെട്ടിടങ്ങളെയും ആൾക്കൂട്ടങ്ങളെയും. അപ്പൊ സമൂത് ഗോത്രം വന്ന് അവര് പിന്നെ പഠിച്ചിട്ടുണ്ടാകുമല്ലോ. നമ്മൾ കഴിഞ്ഞു പോയ സമൂഹങ്ങളുടെ ഹിസ്റ്ററി പഠിക്കുന്നില്ലേ? അതുപോലെ അവരും പഠിച്ചിട്ടുണ്ടാകും. നമ്മുടെ മുമ്പ് ആദ് എന്നൊരു ഗോത്രം ഉണ്ടായിരുന്നു, അവരെ നശിപ്പിക്കപ്പെട്ടത് വലിയ ഗോപുരങ്ങൾ പണിതത് കൊണ്ട് കാറ്റ് പിടിച്ചിട്ടാണ് നശിച്ചത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കാറ്റ് പിടിക്കാത്ത രൂപത്തില് പർവ്വതങ്ങളുടെ അകം തുരന്ന്, പാറകൾ തുരന്ന് അകത്ത് വീടുണ്ടാക്കിയാൽ കാറ്റ് പിടിക്കൂലല്ലോ. അങ്ങനെ പടച്ച തമ്പുരാന് പോലും പിടിക്കാൻ പറ്റാത്ത വിധം എന്നവർ ചിന്തിച്ചു പോയിരിക്കും, അല്ലെ? പക്ഷെ ഖുർആൻ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, യുദ്രിക്കുമുൽ മൗത്ത്. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളെ മരണം പിടികൂടും. വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ. സുഭദ്രമായി കെട്ടിപ്പടുക്കപ്പെട്ട കോട്ടക്കകത്തായാലും, അല്ലെങ്കിൽ വലിയ ടവറുകൾ ഗോപുരങ്ങൾക്കകത്തായാലും എന്നൊരു പ്രയോഗമുണ്ട് ഖുർആനില്. വല്ലാത്ത പ്രയോഗമാണ്. ഇന്നും മനുഷ്യൻ ഇതേ ശൈലിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ബാധകമാണിത്, അല്ലെ? അപ്പൊ ഇങ്ങനെ കെട്ടിപ്പടുക്കപ്പെട്ട കോട്ടകൾ എന്നുള്ളതാണ്. അപ്പൊ കാറ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് മല തുരന്ന് അതിന്റെ അകത്ത് വീടുണ്ടാക്കി എന്ന് നമുക്ക് മറ്റൊരു ഭാഷയിൽ പറയാം. ഇന്നും അങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളെയൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് അല്ല, ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞേക്കണ ആ കയ്യെത്തൂല. ആൾക്കാർ പറിച്ചോണ്ട് പോയി, അവിടെ ഉണ്ടായിരുന്നു. മ്യൂട്ട് ചെയ്യണം കേട്ടോ, ശ്രദ്ധിക്കണമെന്ന് അറിയില്ല. മ്യൂട്ട് ചെയ്യണം. പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ദുരിതങ്ങളെ മനുഷ്യൻ പലപ്പോഴും ഭൗതികമായിട്ട് മാത്രം വ്യാഖ്യാനിക്കുന്നു. എങ്ങനെയാണ് വ്യാഖ്യാനിക്കാം? ഇപ്പൊ നമ്മുടെ നാട്ടിലും പിന്നെ മലമുകളിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ അത് പിന്നെ പ്രകൃതി ലോല പ്രദേശങ്ങളിൽ കെട്ടിടങ്ങൾ പണിതിട്ടാണ് എന്ന് നമ്മൾ അതിനെ ഭൗതികമായിട്ട് വ്യാഖ്യാനിക്കും, അല്ലെ? അതിനപ്പുറത്തേക്കുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ പോവില്ല. പണ്ട് ലാത്തൂരിൽ ഭൂകമ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവരതിന് പരിഹാരമായിട്ട് കണ്ടത് ചിരട്ട വീടുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. ചിരട്ട പോലെ, ചിരട്ട കമഴ്ത്തി വെച്ചതുപോലെ ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിലുള്ള ബിൽഡിംഗ് ഉണ്ടാക്കാം. അപ്പൊ അത് പിന്നെ നമുക്ക് ഭൂകമ്പത്തെ മറികടക്കാനുള്ളൊരു മാർഗമാവും. ഇങ്ങനെ ഭൗതികമായിട്ടാണ് പലപ്പോഴും ചിന്തിക്കുക. തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കേണ്ടതുണ്ട്.
പക്ഷെ അതിനപ്പുറത്ത് ഈ പ്രപഞ്ചത്തിന്, ഈ ഭൂമിക്ക് ഒരു സൃഷ്ടാവുണ്ട്. അവന്റെ ഇടപെടലുകളാണ് സംഭവിക്കുന്നത്. അതിനാൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ പുനഃപരിശോധിക്കണം. ജീവിതം ആ സൃഷ്ടാവിന്, ആ ശക്തിക്ക് വഴിപ്പെട്ടുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത്, അവനിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടോ എന്ന തിരിച്ചറിവുണ്ടാകണം. അങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കണം. മനുഷ്യൻ കാരുണ്യത്തിൽ വർത്തിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കുന്നുണ്ട്. ദുരന്തത്തിൽ അകപ്പെടുന്ന ആളുകൾ ക്ഷമയോട് കൂടിയിട്ട് ഈ പരീക്ഷണത്തെ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് അള്ളാഹു പരീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷെ ഭൗതികമായി മാത്രമാണ് സാധാരണഗതിയിൽ നമ്മൾ ഈ സാഹചര്യങ്ങളെ വിലയിരുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇവരിങ്ങനെ ഗംഭീരം കോട്ടകൊത്തളങ്ങളൊക്കെ ഉണ്ടാക്കി ജീവിക്കാൻ. അപ്പൊ അതിനെയാണ് സ്വാലിഹ് അലൈഹിസ്സലാം ചോദ്യം ചെയ്യുന്നത്. എന്നിട്ട് അവരോട് പറഞ്ഞത് കണ്ടില്ലേ, ഫദ്കുറു, അതിനാൽ നിങ്ങൾ ഓർക്കുവിൻ, ആലാ അള്ളാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓർക്കുവിൻ. ആലാ നേരത്തെ സമൂദ് ഗോത്രവും ആദ് ഗോത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടും വന്നിരുന്നു. എന്താണ് ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, അവിടെ ഉണ്ടല്ലോ ആലാ, അല്യ അല്ലെങ്കിൽ ഇല്യ, അനുഗ്രഹം എന്നാണ് അർത്ഥം. ഫദ്കുറു ആലാ അല്ലാഹ്, അള്ളാഹുവിന്റെ ആലാ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുവിൻ. വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ, നിങ്ങൾ ഭൂമിയിൽ നാശമുണ്ടാക്കുന്നവരാകരുത് എന്നുകൂടി ഉണർത്തുകയാണ്. വലാ തഅസൗ, നിങ്ങൾ കുഴപ്പക്കാരായിട്ട് വിഹരിക്കരുത്. ഫിൽ അർദ്, ഭൂമിയിൽ, മുഫ്സിദീൻ, നാശമുണ്ടാക്കുന്നവരായിട്ട് എന്ന് പറയാൻ. ഒരാൾ ഗംഭീരം വീടുണ്ടാക്കി താമസിക്കുന്നതിൽ എന്താണ് നാശം, അല്ലേ? പൊതുവെ എങ്ങനെയാണ് നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുക? അയാൾ കാശുണ്ടാക്കി, ആ കാശുകൊണ്ട് അയാൾ ജീവിക്കുന്നു, അതിലെന്താ കുഴപ്പം എന്ന് പറയും. പക്ഷെ ശരിക്കും ഈ ലോകത്തിന്, ഈ പ്രകൃതിക്ക് ഒരു സന്തുലിതമായ ഒരു ഘടനയുണ്ട് എല്ലാ കാര്യത്തിലും. അത് ആരും തെറ്റിക്കരുത് എന്നുള്ളതാണ്. അല്ലാത്ത തൗഫിൽ മീസാൻ, മീസാൻ ഒരു ബാലൻസ് ഉണ്ട് എന്നാണ്. അതാരും തെറ്റിക്കരുത്. അള്ളാഹു താല അത് കൃത്യമായിട്ട് കീപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേപോലെ മനുഷ്യന്റെ ധാർമ്മിക ജീവിതത്തിലും അങ്ങനെ ചില നിയന്ത്രണങ്ങളുണ്ട്. എൻ്റെ കയ്യിൽ കാശുണ്ട്, അതുകൊണ്ട് ഞാൻ ഏത് മലയും ഇടിച്ചു നിരത്തും, ഏത് ചതുപ്പ് നിരത്തും മല പോലുള്ള കെട്ടിടങ്ങൾ പണിയും എന്നൊന്നും തീരുമാനിച്ച് കളയരുത്. അപ്പൊ അത് സമ്പത്ത് കയ്യിൽ വരുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന ഒരു അതിക്രമ മനസ്സാണ് എന്ന് മനസ്സിലാക്കണം. എൻ്റെ കയ്യിൽ കാശ് കൊണ്ട് ഞാൻ എന്തും ചെയ്യും, അങ്ങനെയല്ലല്ലോ. ഒരു സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ ആ സമൂഹത്തിന്റെ നന്മ അയാൾ പൊതുവെ മുമ്പിൽ കാണേണ്ടതുണ്ട്. അപ്പോൾ ഉള്ളവൻ ധൂർത്ത് പ്രകടിപ്പിക്കുമ്പോൾ ഇല്ലാത്തവനും അതനുസരിച്ച് കടം വാങ്ങിയും അല്ലെങ്കിൽ കൊള്ള ചെയ്തും ഏത് വിധേനയും ജീവിക്കാൻ ശ്രമിക്കും. അങ്ങനെ സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാവും. ആ സാമ്പത്തിക അസന്തുലിത അവസ്ഥയാണ് ഇവിടെ സ്വാലിഹ് അലൈഹിസ്സലാം ചോദ്യം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വളരെ ഗുരുതരമായൊരു വിഷയമാണല്ലോ. ഇന്ന് നമ്മുടെ സമൂഹത്തിലൊക്കെ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക അസന്തുലിതാവസ്ഥ, സാമ്പത്തിക അരാജകത്വം. എല്ലാവരും ഒരുപോലെ സമ്പന്നരാകുമ്പോൾ അത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥകളുണ്ട്, അല്ലെ? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്തിയതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ സമ്പന്നരാകാം, പക്ഷേ ആ സമ്പത്ത് നന്മയുടെ മാർഗത്തിൽ വിനിയോഗിക്കണം, കേവല പൊങ്ങച്ചത്തിന് വേണ്ടി ആകരുത് എന്നുള്ള സൂചന ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. വലിയ വലിയ സമ്പന്നരെ നമ്മൾ കാണുന്നില്ലേ? പലരും വലിയ ജീവകാരുണ്യ മേഖലകളിലൊക്കെ ഒരുപാട് മുന്നോട്ട് പോകുന്നവരുണ്ട്. അതേസമയത്ത് അങ്ങനെ അല്ലാതെ ലോകത്തെ നമ്പർ 1 സമ്പന്നൻ ആവുക എന്ന് മാത്രം ഉദ്ദേശിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട്. അങ്ങനെ വരുമ്പോൾ അയാൾ പ്രത്യേകിച്ചൊന്നും അവശേഷിപ്പിക്കുന്നില്ല. പെട്ടെന്ന് അയാൾ മരിച്ചു പോകുമ്പോൾ സ്വത്തുക്കളെല്ലാം അനന്തരാവകാശികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതേസമയത്ത് ചിലത് അടയാളപ്പെടുത്തണം സമ്പത്ത് കൊണ്ട്. പാവപ്പെട്ടവരെ ചേർത്ത് പിടിച്ച്, വീടില്ലാത്തവന് വീട് നൽകി, ജോലിയില്ലാത്തവന് ജോലി നൽകി, ഇങ്ങനെ സമൂഹത്തിന് മുഴുവനും പ്രയോജനപ്പെടും വിധത്തിലാണ് സമ്പത്ത് വിനിയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ സ്വാലിഹ് അലൈഹിസ്സലാം ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു. എന്തൊക്കെയാ പറഞ്ഞത്? നിങ്ങൾ അള്ളാഹുവിന്റെ ഭൂമിയിലെ
അവന്റെ ഖലീഫമാരാണ്, അവന്റെ പ്രതിനിധികളാണ്. അതുകൊണ്ട് അവന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കണം. അവനാണ് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം തന്നത്, നിങ്ങളായിട്ട് ഉണ്ടാക്കിയതല്ല ഇതൊന്നും. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? വല്ലാതെ ദൂർത്തടിച്ച് സമതലങ്ങളിൽ കൊട്ടാരങ്ങൾ പണിയുന്നു, പാറകൾ വെട്ടി വലിയ വലിയ കൊട്ടാരങ്ങൾ പാറയ്ക്കകത്തുണ്ടാക്കിയിട്ട് പെരുമ നടിക്കുന്നു. അതിനാൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കൂ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാതിരിക്കും. ഇതൊക്കെ സ്വാലിഹ് അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു. അപ്പോ അവരുടെ പ്രതികരണം എന്താണ്? അവരിലെ പ്രമാണിമാരുടെ പ്രതികരണമാണ് ഇനി പറയാൻ പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞപ്പോ ഹൂദ് അലൈഹിസ്സലാം അവരിലേക്ക് വന്നുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയപ്പോ അവരിലെ പ്രമാണിമാർ എഴുന്നേറ്റ് ചോദ്യം ചെയ്തിരുന്നു. ഇതേപോലെ തന്നെ സമൂദ് ഗോത്രത്തിലെ പ്രമാണിമാര് സ്വാലിഹ് അലൈഹി ഇസ്ലാമിനെ ചോദ്യം ചെയ്യാണ്. ഖാലൽ മലക്. ആ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ട് സ്വാലിഹ് അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് ഇവര് സംസാരിക്കുന്നത്. ഖാലൽ മലക്. മലക് എന്ന് പറഞ്ഞാൽ പ്രമാണി എന്ന് പറയാം. ശരിക്കും ആ വാക്ക് എന്താണ്? നിറച്ചു എന്നാണ് അർത്ഥം. അപ്പൊ മലക് എന്ന് പറയുമ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ എന്നാണ് ഉദ്ദേശം. ഒരു സമൂഹത്തില് അങ്ങനെയാണല്ലോ, സമ്പത്തും സ്ഥാനമാനങ്ങളും അധികാരമൊക്കെ ഉള്ള ആൾക്കാർ നിറഞ്ഞു നിൽക്കും. അവരെവിടെയെങ്കിലും പോകുമ്പോൾ അവരുടെ പിന്നാലെ ചാനലുകാരൻ ഉണ്ടാവും, അല്ലേ? ഇതാ ഇദ്ദേഹം പുറപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാനലുകാരൻ. അവരെന്തെങ്കിലും പറയുമ്പോൾ എല്ലാ ചാനലുകാരനും മൈക്ക് കൊണ്ടുവന്ന് വെക്കും, അല്ലേ? അവർ വലിയ വർത്തമാനങ്ങൾ പറയുമ്പോൾ പത്രങ്ങളിലൊക്കെ അത് വാർത്തകളായിട്ട് വരും. അങ്ങനെയൊക്കെയുള്ളവരാണ്. അപ്പൊ അതേ മലകിനെ കുറിച്ചാണ് പറയുന്നത്. ആ സമൂഹത്തിലെ പ്രമാണിമാരായ ആൾക്കാർ. കാലൽ പ്രമാണിമാര് പറഞ്ഞു. ആരാണ്? അല്ലദീനസ്തക്ബറു. ഈ പ്രമാണികന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവര് സമൂഹത്തിലെ അഹങ്കാരികളായ ആൾക്കാരാണ്. മിൻ ഖൗമിഹി, തന്റെ ജനതയിലെ, സ്വാലിഹ് അലൈഹി ഇസ്ലാമിന്റെ ജനതയിലെ അഹങ്കാരികളായ പ്രമാണിമാർ. ഒരുപാട് പ്രമാണിയാകുന്നതിൽ കുഴപ്പമൊന്നുമില്ല, അല്ലെ? സമ്പത്ത് സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അയാൾക്ക് പലതിലും പിടിപാടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നന്മക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഇവിടെ അല്ലദീനസ്തക്ബറു മിൻ ഖൗമിഹി, തന്റെ ജനതയിലെ അഹങ്കാരികളായ പ്രമാണിമാർ എന്ന് പ്രത്യേകം പറഞ്ഞത്. അവരാരോടാ സംസാരിക്കുന്നത്? ലില്ലദീനസ്തുദൈഫു, ലില്ലദീന ഒരു കൂട്ടരോട്, ഇസ്തദഅഫ ദുർബലനായി എന്നാണ് അർത്ഥം. ലൈഫ് ദുർബലൻ, ഇസ്തദഅഫ ദുർബലനാവാൻ ആവശ്യപ്പെട്ടു, അഥവാ മറ്റൊരു കൂട്ടർ ഇവരെ ദുർബലരാക്കി മാറ്റിയതാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാൾ ദുർബലനാകുന്നത് മറ്റു ചിലര് കൂടുതൽ ശക്തരാവുകയും ആ ശക്തി ചിലരുടെ മേൽ പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ ചിലര് ദുർബലരാകും, ചിലര് ശക്തരായിട്ട് മാറും, അല്ലെ? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ദുർബലന്മാരോട് സംസാരിക്കുന്നത്. ലില്ലദീനസ്തുദഇഫു ലിമൻ ആമന മിൻഹും. ആരാ ഇവര്? ലിമൻ, ആരോടാണ്? അമൻ ആമന മിൻഹും, ഇവരിലെ സത്യവിശ്വാസികളായവരോടാണ് സംസാരിക്കുന്നത്. ദുർബലരായ ആളുകളിലെ സത്യവിശ്വാസികളോടാണ് ചോദിക്കുന്നത്. അതഅലമൂൻ, നിങ്ങൾക്കറിയാമോ? അന്ന സ്വാലിഹൻ, നിശ്ചയം ഈ സ്വാലിഹ് എന്ന് പറയുന്ന ആള്, മുർസലുൻ അയക്കപ്പെട്ടവനാണ് എന്ന്, മിർ റബ്ബിഹി തന്റെ റബ്ബിനാൽ, തന്റെ നാഥനാൽ അയക്കപ്പെട്ട ഒരു ദൈവദൂതനാണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? അഥവാ നിങ്ങൾക്ക് വല്ല ഉറപ്പുമുണ്ടോ എന്നാണ് ചോദ്യം. വല്ലാത്ത ചോദ്യമാണ്, അല്ലെ? ആരോടാ ചോദിച്ചത്? ലില്ലദീനസ്തുദഇഫു, ദുർബലരാക്കപ്പെട്ടവരോട്. നമ്മുടെ ഭാഷയിൽ ഇന്ന് ന്യൂനപക്ഷം, OBC എന്നൊക്കെ പറയില്ലേ, അതുപോലെ മാറ്റി നിർത്തപ്പെടുന്ന, സമൂഹത്തില് അംഗബലം കുറഞ്ഞ, പല കാരണങ്ങളാലും ചരിത്രപരമായ കാരണങ്ങളാൽ മുഖ്യധാരയിലേക്ക് വരാൻ കഴിയാത്ത ആളുകളാണ്. പക്ഷെ ഇവര് സത്യവിശ്വാസികളാണ്. ഈ വിശ്വാസികളെ പ്രമാണിമാര് ചോദ്യം ചെയ്യാണ്. അതഅലമൂന അന്ന സ്വാലിഹൻ മുർസലും മിൻഹും മിർ റബ്ബി. സ്വാലിഹ് അലൈഹിസ്സലാം എന്ന് നിങ്ങൾ പറയുന്ന ഈ ആള്
ദൈവദൂതനാണ് എന്നതിന് നിങ്ങൾക്ക് വല്ല തെളിവുണ്ടോ? അങ്ങനെ വല്ലതും നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ചോദ്യം. കാലു, ആ സമയത്ത് അവരുടെ മറുപടി എന്താണ്? ഇന്ന, നിശ്ചയം ഞങ്ങൾ, ബിമാ ഉർസില ബിഹി, ബിമ ഒന്നുകൊണ്ട്, ഉർസില അയക്കപ്പെട്ടത് കൊണ്ട്, ബിഹി അദ്ദേഹം, ഏതൊന്നുമായിട്ടാണോ അയക്കപ്പെട്ടത്, അതിൽ മുഅ്മിനൂൻ ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ് എന്ന് ആ ദുർബലരായ സമൂഹം പ്രമാണിമാരോട് പറയാം. ഖാലു ഇന്ന ബിമാ ഉർസില ബിഹി മുഅ്മിനൂൻ, ഇദ്ദേഹം സ്വാലിഹ് എന്ന ആള് ഏതൊരു സന്ദേശവുമായിട്ടാണോ അയക്കപ്പെട്ടത് ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് മറുപടി പറഞ്ഞു. അവര് നല്ല തൻ്റെ ഇടമുള്ള ആൾക്കാരാണ് അല്ലെ. പ്രമാണിമാരുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ മറുപടി പറയണമെങ്കിൽ നല്ല ധൈര്യം ഉണ്ടാവണ്ടേ. അവർക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഇന്ന ബിമാ ഉർസില ബിഹി മുഅ്മിനൂൻ. നമുക്കാണെങ്കിൽ ഇങ്ങനെ പറയാൻ കഴിയും. പലപ്പോഴും നമ്മൾ വല്ലാതെ അസ്വസ്ഥരായി ഉൾവലിഞ്ഞ് ഒരുപക്ഷെ അവര് പറയുന്ന വാക്കുകൾ ഏറ്റു പറയുന്ന അവസ്ഥയിലേക്ക് എത്തും അല്ലെ. അപ്പൊ ഇവരൊരു ന്യൂനപക്ഷമാണ്, മർദ്ദിത സമൂഹമാണ്, വളരെ നിസ്സാരരാണ്, ദുർബലരാക്കപ്പെട്ടവരാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവരവരുടെ നിലപാട് വെളിപ്പെടുത്തിയാണില്ലേ. ഇന്ന ബിമ ഉർസില ബിഹി മുഅ്മിനൂൻ. ഇപ്പൊ എന്തായിരിക്കും കാരണം? ഞങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തം എന്താണ്, സന്ദേശം എന്താണ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരാൾ ദൈവദൂതനാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കുകയല്ല, മറിച്ച് എന്താണ് അതിന്റെ തെളിവ്? അപ്പൊ അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്, അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണം, അതിന്റെ മാർഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം, അത് നിങ്ങൾക്ക് തെളിവ് വേണം. ഇതാ ഒട്ടകം, ഈ ഒട്ടകത്തിന്റെ ജീവിതം നിങ്ങൾ ശ്രദ്ധിക്കാം. ഇത് ആ നാട്ടിലെ ജലാശയമുണ്ടല്ലോ, ഒരു വെള്ളം കുടിക്കുന്ന ജലാശയം, ഒരു ദിവസത്തെ വെള്ളം അതിനുള്ളതാണ്. അത് മുഴുവനായും അത് കുടിച്ചു വറ്റിക്കുകയാണ്. അത് വല്ലാത്തൊരു ഒട്ടകമായിരുന്നു. ഒരുപാട് ദൃഷ്ടാന്തങ്ങളുള്ള ഒട്ടകമാണ്. അപ്പൊ ഇങ്ങനെ ഈ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഞങ്ങൾ വിശ്വസിച്ചു. എന്തുകൊണ്ടാണ് ഈ ദുർബലന്മാരായ ആൾക്കാര് സ്വാലിഹ് അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചത്? എന്തുകൊണ്ടാണ് പ്രമാണിമാര് വിശ്വസിക്കാതിരുന്നത്? പൊതുവെ അങ്ങനെയാണ് നമ്മൾ കാണുന്നത് അല്ലെ. വിപ്ലവ പാർട്ടികളിലൊക്കെ അങ്ങനെയല്ലേ. അങ്ങനെയാണ്. ദുർബലരായ തൊഴിലാളി വർഗവും അതുപോലെയൊക്കെയുള്ള അടിസ്ഥാന ജനതയാണ് സാധാരണ ഈ മഹത്തരമായ ആശയങ്ങളെ ആദ്യം സ്വീകരിക്കും. കാരണം അവർക്കതില് വലിയ ഒരു പ്രതീക്ഷയുണ്ട്. ഇത് ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിക്കുന്ന ഒരു മാർഗമാണ്, ഒരു പ്രത്യയശാസ്ത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നു. അതേസമയത്ത് പ്രമാണിമാർ അംഗീകരിക്കാത്ത എന്താണ്? അവർക്ക് ഇത് വിശ്വസിച്ചാൽ പലതും വേണ്ടെന്ന് വെക്കേണ്ടി വരും എന്നതാണ്. ആലോചിച്ച് നോക്കൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യം വിശ്വസിക്കുന്നത് അവിടുത്തെ അടിമകളായ ദുർബലരായ ആൾക്കാരാണ്. കുറെ പേര് അങ്ങനെയാണ്. അതേസമയം സിദ്ദീഖുൽ അക്ബറിനെ പോലുള്ള പ്രമാണിമാരും നേതാക്കന്മാരും ഒക്കെ ആയ ആൾക്കാരും വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സമൂഹത്തിൽ നിന്ന് പൊതുവെ ദുർബലരായ ആൾക്കാരാണ് വിശ്വസിക്കുക. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെ സംഭവിച്ചത് അല്ലെ. ഇവിടെ ചാതുർവർണ്ണ്യം എന്ന നിലയ്ക്ക് മനുഷ്യർക്കിടയിൽ ജാതി വിവേചനം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയാണ്. ബ്രാഹ്മണൻ നടന്നു പോകുമ്പോൾ പിന്നെ തീണ്ടലുണ്ടാകും. അതുകൊണ്ട് ഈ സാധാരണക്കാരനായ ആൾക്കാർ, ശൂദ്രരായ ആളുകൾ, താഴ്ന്ന ജാതിക്കാര് മാറി നിൽക്കണം, വഴിമാറി നടക്കണം എന്നൊക്കെയായിരുന്നു. അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് മക്കയിൽ നിന്ന്, അറേബ്യയിൽ നിന്ന് മുസ്ലിങ്ങൾ ഇങ്ങോട്ട് വന്നു. അവരാണെങ്കിൽ കണ്ടാല് നല്ല സുമുഖന്മാരായ ആൾക്കാരാണ്. അവര് ഈ അധകൃതരെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന താഴ്ന്ന ജാതിക്കാരായ ആൾക്കാരെ ചേർത്ത് പിടിച്ചു. അവരോട് ഈ സത്യം പറഞ്ഞപ്പോൾ അവർക്കത് പെട്ടെന്ന് മനസ്സിലായി. അവര് വെട്ടിക്കൊടുത്ത ഇളനീര് വാങ്ങിച്ച് ഇവർ കുടിച്ചു. ഇതൊക്കെ കണ്ടപ്പോ ഇങ്ങനെയും മനുഷ്യരുണ്ടോ എന്നാലോചിച്ചിട്ട് അത് മുഖേനയാണ് പലരും അന്ന് ഇസ്ലാം സ്വീകരിച്ചത് എന്നാണ് ഇന്ത്യയിലെ ഇസ്ലാമിന്റെ ആഗമനത്തിന്റെ ചരിത്രം. അപ്പൊ അതിനാൽ ദുർബലരായ ആൾക്കാരാണ് പൊതുവെ സത്യത്തിന്റെ കൂടെ പെട്ടെന്ന് രംഗത്ത് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഇവര് രംഗത്ത് വരുന്നത് എന്നുള്ളതാണ്. അതിനാൽ അവരിലൂടെ ഈ ആദർശം പിന്നീട് വളർന്ന് വികസിച്ചുകൊണ്ടേയിരിക്കും. ഈ ദുർബലരായ ആളുകൾക്ക് പ്രത്യേകിച്ച് വേറെ ഭൗതിക ലക്ഷ്യങ്ങളൊന്നുമില്ല, മറിച്ച് അള്ളാഹുവിന്റെ പ്രീതി നേടിയെടുക്കണം എന്നുള്ളതാണ്.
പ്രമാണിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലതും വേണ്ടെന്ന് വെക്കേണ്ടി വരും. ചിലപ്പോൾ അധികാരം വിട്ടൊഴിയേണ്ടി വരും. അതുപോലെ അവർ സൃഷ്ടിച്ചെടുത്ത അനീതി നിറഞ്ഞ സാമ്പത്തിക ക്രമമുണ്ട്. പലിശയും കൊള്ളയും കൊലയും ഇങ്ങനെ പലതും ഉണ്ടല്ലോ, ചൂതാട്ടവും, ഇതൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടി വരും. അവരുണ്ടാക്കിയെടുത്ത സാമൂഹികമായ അരാജകത്വങ്ങൾ, തിന്മകൾ, അതൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അവര് പെട്ടെന്ന് ഇത് വിട്ടൊഴിയാൻ സന്നദ്ധമാവുകയില്ല. ഏതായാലും വിശ്വാസികൾ ധീരമായിട്ട് പ്രഖ്യാപനം നടത്തി, ഇന്ന ബിമ ഉർസില ബിഹി മുഅ്മിനൂൻ എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഈ അഹങ്കാരികളായ പ്രമാണിമാരുടെ പ്രതികരണം എന്താണ്? അതാണ് 76-ാമത്തെ ആയത്. ഖാല الذين استكبروا إنا بالذي آمنتم به كافرون. ഖാല പറഞ്ഞു, الذين استكبروا അഹങ്കാരികൾ പറഞ്ഞു. ഈ ആളുകളെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന നിശ്ചയം ഞങ്ങൾ, ബില്ലദി ആമന്തും ബിഹി, ബില്ലദി ഏതൊന്നിലാണോ, ആമന്തും നിങ്ങൾ വിശ്വസിച്ചത്, ബിഹി അതിൽ, കാഫിറൂൻ ഞങ്ങൾ നിഷേധിക്കുന്നവരാണ്. ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇന്ന ബില്ലദി ആമന്തും ബിഹി കാഫിറൂൻ, നിങ്ങൾ ഏതൊന്നാണോ സത്യമെന്ന് വിശ്വസിക്കുന്നത് അതിനെ നിഷേധിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു. വിശ്വാസികൾ എന്തായിരുന്നു പറഞ്ഞത്? ഇന്ന ബിമാ ഉർസില ബിഹി മുഅ്മിനൂൻ, ഞങ്ങൾക്ക് അയക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ സ്വാലിഹിൽ വിശ്വസിക്കുന്നവരാണെന്നല്ല, ബിമാ ഉർസില ബിഹി, അദ്ദേഹത്തിന് എന്താണോ അയക്കപ്പെട്ട സന്ദേശം അതിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷെ ഇവരെന്താ പറയുന്നത്? നിങ്ങൾ ഏതൊന്നിലാണോ വിശ്വസിച്ചത് അതിനെ നിഷേധിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പറയാം. യഥാർത്ഥത്തിൽ ഇവര് ഈ സത്യത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിക്കാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല. മറിച്ച് ഒറ്റ വായിൽ നേരിട്ടങ്ങ് പറയാണ്, ആഹാ നിങ്ങൾ സാലിഹിൽ വിശ്വസിച്ചോ, സാലിഹി കൊണ്ടുവന്ന സന്ദേശത്തിൽ വിശ്വസിച്ചോ, എങ്കിൽ ഞങ്ങൾ ഇതാ ഒറ്റ വാക്കിൽ പറയുന്നു, ഞങ്ങൾ അതിനെ നിഷേധിക്കുന്നവരാണ്. അഹങ്കാരം മൂത്ത് പെരുത്ത അവസ്ഥയിലായിരുന്നു അവര് എന്ന് മനസ്സിലാക്കണം. കാരണം എന്താണ്? പ്രമാണിമാരായ ഞങ്ങളാണല്ലോ തീരുമാനിക്കേണ്ടത് ഈ നാട്ടുകാർ എന്തിൽ വിശ്വസിക്കണം വിശ്വസിക്കരുത്, അല്ലാതെ നിങ്ങളങ്ങ് വിശ്വസിക്കണം. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചത് എന്താണോ അതിനെ നിഷേധിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് ഒറ്റ വാക്കില് ആ പ്രമാണിമാര് ആ ദുർബലരായ വിശ്വാസികളോട് വിളിച്ചു പറഞ്ഞു എന്നാണ് മനസ്സിലാവുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇസ്ലാമിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പലതും വിളിച്ചു പറയുന്നവരില്ലേ? സത്യം മനസ്സിലാക്കിയിട്ടല്ല ആരും വിളിച്ചു പറയും, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ അല്ലെ, പറഞ്ഞ് ഷവർമ്മ നിരോധിക്കണം എന്നിടത്ത് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് പുതിയ കാലത്ത്. എന്താണ് വിളിച്ചു പറയുന്നത്? യാതൊരു ചിന്തയുമില്ല. അങ്ങനെ ഒരു സമൂഹത്തോടുള്ള വിദ്വേഷം പെരുത്ത് മനുഷ്യൻ ഒരുതരം ഭ്രാന്തമായ മാനസികാവസ്ഥയിലേക്ക് ലഹരി ബാധിച്ചവനെ പോലെ ആയിപ്പോവുകയാണ് എന്നുള്ളതാണ്. അപ്പൊ ഒരാളിങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ മറ്റൊരാള്, ഒരു യൂട്യൂബർ, അതിന് യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചു പറയും. അപ്പൊ പിന്നെ അതിന് മറുപടി ഒന്നും ഉണ്ടാവില്ല. അപ്പോഴേക്ക് ആദ്യം പറഞ്ഞ ആള് വിളിച്ചു പറഞ്ഞ കള്ളങ്ങൾ മുഴുവൻ ലോകം മുഴുവൻ എത്തിക്കഴിഞ്ഞിരിക്കും അല്ലെ? അങ്ങനത്തെ ഒരു യുഗത്തിലാണ് നമ്മളിപ്പോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കാണാം. അപ്പൊ അതിനാൽ നമ്മുടെ ദൗത്യം വളരെ ഗുരുതരമാണ് എന്നുകൂടി ഇവിടെ മനസ്സിലാക്കണം. എന്താണ്? ഈ സത്യസന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഡ്യൂട്ടി വളരെ ഗുരുതരമാണ്. അപ്പൊ ആ സമൂഹം ഇങ്ങനെ മുന്നോട്ട് പോവാണ് അല്ലേ? അപ്പോൾ വിശ്വാസികൾ കൃത്യമായി നിലപാട് പറഞ്ഞു, പ്രമാണിമാർ അവരുടെ നിലപാടും പറഞ്ഞു. പിന്നെ എന്താ ഉണ്ടായത്? പിന്നെ അവർ സ്വാലിഹ് അലൈഹി ഇസ്ലാമുമായിട്ട് ഒരുപാട് സംവാദങ്ങൾ നടത്തുന്നുണ്ട്. അതൊന്നും അവർ അംഗീകരിക്കുന്നില്ല, സത്യം ഉൾക്കൊള്ളാൻ സന്നദ്ധമായില്ല. അവര് മീറ്റിംഗ് കൂടി, ജനങ്ങളിങ്ങനെ സ്വാലിഹ് അലൈഹി ഇസ്ലാമിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒട്ടകത്തെ കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇസ്ലാം ഇവിടെ ഇനിയും വ്യാപിക്കുമോ? അങ്ങനെ നമ്മുടെ അധികാരവും താല്പര്യങ്ങളും എല്ലാം നശിപ്പിക്കപ്പെടുമോ എന്ന് തോന്നിയപ്പോ അവര് മീറ്റിംഗ് വിളിച്ചു. എന്നിട്ടോ ആ മീറ്റിങ്ങിൽ തീരുമാനിക്കാണ്, നമുക്ക് ഈ ഒട്ടകത്തെ അറുത്ത് കളഞ്ഞേ പറ്റും, ഒട്ടകത്തെ ഇല്ലാതാക്കിയേ പറ്റും തീരുമാനിക്കാൻ.
അതിനെക്കുറിച്ചാണ് 77-ാമത്തെ ആയത്തിൽ പറയുന്നത്. അറുത്തു കളഞ്ഞു, അറുകൊല ചെയ്തു എന്നാണ്. സൂറ അശംസിൽ അള്ളാഹു താല അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അത് അറുകൊലയാണ് ശരിക്കും. ആ പെണ്ണൊട്ടകത്തെ അവർ അറുത്തു കളഞ്ഞു. അങ്ങനെ എന്തായി? ധിക്കരിച്ചു എന്നാണ്. ധിക്കരിച്ചു. അവർ ധിക്കരിച്ചു അൻ അംരി റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ കൽപ്പനയെ അവർ ധിക്കരിച്ചു. അങ്ങനെ അവർ ഒട്ടകത്തെ അറുത്തു. അതിനെക്കുറിച്ച് ഖുർആൻ പലയിടങ്ങളായിട്ട് പറയുന്നുണ്ട്. അവരിലെ പരമനിർഭാഗ്യവാനായ ഒരാള് എഴുന്നേറ്റ് നിന്നു, അയാള് രംഗത്ത് വന്നു എന്നാണ്. ഇംബഅസ എന്ന് പറഞ്ഞാൽ അയാള് ഒരുങ്ങി പുറപ്പെട്ടു. ഒരു കുറെ ആൾക്കാരുണ്ടാവും, കൂട്ടത്തിൽ ഒരാള് ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു എന്നാണ് മനസ്സിലാകുന്നത്. സൂറ അശംസിലെ പരാമർശം അങ്ങനെയാണ്. അതിൽ ഒരാളാണ് അത് ഏറ്റെടുക്കുന്നത്. അതേസമയത്ത് ഇവിടെ പറയുന്നത് എന്താണ്? അവർ ഒട്ടകത്തെ അറുത്തു എന്നാ പറഞ്ഞത്. അപ്പൊ അവിടെ പറഞ്ഞത് ഒരാള് എഴുന്നേറ്റ് വന്നു എന്നാണ്. എന്താ വ്യത്യാസമൊന്നുമില്ല. ശരിക്കും അവിടെ ഒരാളാണല്ലോ ഏത് കാര്യം ചെയ്യാം അല്ലെ, ഒരാള് അത് ഏറ്റെടുത്ത് ചെയ്യാണ്. പക്ഷെ ആ സമൂഹത്തിന്റെ മാനസിക പിന്തുണ അതിനുണ്ടായിരുന്നു. അതിനുള്ള അവസരങ്ങൾ ഒരുക്കിയതും കുതന്ത്രങ്ങൾ മെനഞ്ഞതും ഒക്കെ എല്ലാവരും കൂടിയായിരിക്കും എന്നതുകൊണ്ടാണ് ഇവിടെ അല്ലാഹു അവർ ഒട്ടകത്തെ അറുത്തു എന്ന് പറഞ്ഞത്, ഒരാളല്ല. ഇനി മറ്റൊന്ന്, ഒരാൾ അറുക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ നോക്കി നിന്നു, അതിനെ സപ്പോർട്ട് ചെയ്തു. ഇപ്പൊ നമ്മൾ കേൾക്കുന്നില്ലേ, കാണുന്നുണ്ടല്ലോ, ആൾക്കൂട്ട കൊലകൾ ഈ അടുത്ത് മംഗലാപുരത്ത് നടന്നു അല്ലെ. ആൾക്കൂട്ട കൊലകൾ, അത് ഒരാളായിരിക്കും ഒരാളെ കൊല്ലുന്നത്, പക്ഷേ ആൾക്കൂട്ടം നോക്കി നിൽക്കാൻ ചിലപ്പോൾ എല്ലാവരും കൂടിയായിരിക്കും ഒരാളെ ആക്രമിക്കുന്നത്. ഏതായിരുന്നാലും അവിടെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു ട്രെൻഡ് രൂപപ്പെടുകയാണ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടില് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുമല്ലോ, അത് ചിലപ്പോ ചില ഗുണ്ടകളായിരിക്കും അല്ലെ, അങ്ങനെ പറയപ്പെടുന്നില്ലേ, രാഷ്ട്രീയ ഗുണ്ടകൾ, മാഫിയകൾ എന്നൊക്കെ പറയും. അങ്ങനെ ചില വാടക കൊലയാളികളെ ഏൽപ്പിച്ചു കൊടുത്ത് അവരായിരിക്കും ചെയ്യാം. പക്ഷെ സംഭവം മൊത്തത്തിൽ പഠിക്കുമ്പോൾ അത് രാഷ്ട്രീയ കൊലപാതകമായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. ഇന്ന പാർട്ടി മറ്റൊരു പാർട്ടിക്കാരനെയാണ് കൊലപ്പെടുത്തിയത് എന്നാണ് പറയുക. വ്യക്തിയെ എന്നല്ല, മറിച്ച് ഒരു സംഘം മറ്റൊരു സംഘത്തെ എന്ന രൂപത്തിലാണ്. കാരണം എല്ലാവർക്കും അതിൽ ധാർമ്മികമായ ബാധ്യത, ഉത്തരവാദിത്വമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതേപോലെ തന്നെയാണ് ഒരാൾ നന്മ ചെയ്യുമ്പോൾ, ഒരു കേരളീയനായ ഒരാള് ലോകത്തിന്റെ മുമ്പിൽ വലിയ പേരും പ്രശസ്തിയും നേടിയാല് ഇയാൾ കേരളത്തിന്റെ അഭിമാനപുത്രനാണ് എന്ന് നമ്മൾ വിളിച്ചു പറയും. അപ്പൊ ഈ ഒരു സാമൂഹികത അതിലുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ അവിടെ സൂറ അശംസില് പറഞ്ഞപ്പോ എന്നായിരുന്നു. അതേസമയത്ത് ഇവിടെ അവർ ഒട്ടകത്തെ അറുത്തു. അങ്ങനെ തങ്ങളുടെ നാഥന്റെ കൽപ്പനയെ അവർ ധിക്കരിച്ചു. വഖാലു, ആ സമയത്ത് അവർ വിളിച്ചു പറയാണ്, യാ സാലിഹ്, ഓ സാലിഹേ, നീ കൊണ്ടുവാ, ബിമാ തഅദുന, നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന കാര്യമുണ്ടല്ലോ. ഭീഷണിപ്പെടുത്തി എന്നർത്ഥവും ആ വാക്കിനുണ്ട്, വാഗ്ദത്വം നൽകി എന്ന അർത്ഥമുണ്ട്. ബിമാ തഅദുന, നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് എന്താണോ ആ ശിക്ഷ അതിങ്ങ് കൊണ്ടുവാ. ഇൻ കുന്ത, നീ ആണെങ്കിൽ, മിനൽ മുർസലീൻ, ദൈവദൂതന്മാരിൽ പെട്ടവനാണെങ്കിൽ ആ ശിക്ഷ ഇങ്ങ് കൊണ്ടുവാ എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ സമൂഹത്തിന്റെ ധിക്കാരത്തിന്റെ അങ്ങേ അറ്റം എത്തി എന്ന് മനസ്സിലാക്കണം. ഇപ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ പറ്റാം. ശിക്ഷ ഉണ്ടെങ്കിൽ കൊണ്ടുവാ, നീ പ്രവാചകനാണോ ഞങ്ങളൊന്ന് അറിയട്ടെ. ഇങ്ങനെ ധിക്കാരത്തിന്റെ കൊടുമുടിയിലേക്ക് അവരെത്തിയിരുന്നു. തുടർന്ന് അടുത്ത ആയത്തിൽ അല്ലാഹു അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. ഏതായാലും മനുഷ്യൻ പ്രവാചകനെ ധിക്കരിച്ച് ദൈവധിക്കാരിയായി സമൂഹത്തിൽ അതിക്രമം പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. ഇവിടെ നമ്മുടെ ദൗത്യം എന്താണ്? നമ്മുടെ കാലഘട്ടത്തിലും സത്യത്തിനെതിരിൽ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്ന ആൾക്കൂട്ടങ്ങൾ നമ്മൾ കാണുന്നുണ്ട്.
അവരെ ബോധ്യപ്പെടുത്തണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ ദൈവികമായ ശിക്ഷയും ഇടപെടലും ഉണ്ടാകും. ഞങ്ങളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇല്ലാതെയാക്കാം, പക്ഷെ ഞങ്ങൾ ഒരുപക്ഷെ അത് മുഖേന രക്തസാക്ഷ്യം വരിച്ച് സ്വർഗത്തിലേക്ക് പോകും. പക്ഷെ നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാണ് ഞങ്ങൾക്ക് സങ്കടം എന്ന നിലയ്ക്ക് സമൂഹത്തെ ഗുണകാംക്ഷാപൂർവ്വം ബോധവൽക്കരിക്കുക എന്ന വലിയൊരു ദൗത്യം നമ്മിലുണ്ട് എന്ന് ഈ ചരിത്ര സംഭവം നമ്മെ ഉണർത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വലിയ ഒരു വേദനിപ്പിക്കുന്ന മരണവാർത്തയോടുകൂടിയാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പ്രവേശിച്ചിരിക്കുന്നത്. വലിയ പണ്ഡിതനും ഗ്രന്ഥകാരനും ലേഖകനും ഒക്കെയായ PK ജമാൽ സാഹിബ്, കോഴിക്കോടാണ് സ്വദേശം. അദ്ദേഹം ഇന്നലെ രാത്രി അള്ളാഹുലേക്ക് യാത്രയായി. 75 മറ്റു വയസ്സുണ്ടായിരുന്നു. പക്ഷെ അവസാന നിമിഷം വരെയും കർമ്മനിരതനായിരുന്നു. ഇന്നലെ പകലിലും അദ്ദേഹം ഒരു നിക്കാഹ് ഖുതുബ നിർവഹിച്ചിട്ടുണ്ട്. കർമ്മനിരതനായിരിക്കെ തന്നെ നെറ്റിത്തടത്തിൽ വിയർപ്പുള്ള അവസ്ഥയിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം യാത്രയായത്. ഹൃദയാഘാതമായിരുന്നു. മലയാളത്തിന് വളരെ കനപ്പെട്ട കുടുംബവുമായി ബന്ധപ്പെട്ട ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. വിവർത്തനങ്ങളായും സ്വതന്ത്ര കൃതികളായിട്ടും. സ്വർഗം പൂക്കുന്ന കുടുംബം പോലെയുള്ള നല്ല നല്ല പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്, സ്വന്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നല്ലൊരു കൗൺസിലിംഗ് വിദഗ്ധനായിരുന്നു. ഇത്തിഹാദുൽ ഉലമ കേരള എന്ന പണ്ഡിത സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആള് കൂടിയാണ് മഹാനുഭാവന്. അല്ലാഹുവേ, സ്വർഗത്തിൽ ഉന്നതമായ ഇടം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഇതേപോലെ ദീനിന്റെ വഴിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ നിന്നെ കണ്ടുമുട്ടുവാൻ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ നാഥ. പണ്ഡിതന്മാരുടെ നഷ്ടം അറിവിന്റെ നഷ്ടമാണ്. അതിനാൽ നമ്മുടെ മക്കളെ ദീന് പഠിപ്പിക്കുകയും ദീനിന്റെ വഴിയിൽ സജീവരാക്കുകയും ചെയ്യാൻ നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് യാത്രയായ പണ്ഡിതന്മാര്, ഉസ്താദുമാര്, നേതാക്കന്മാര്, ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും അനുഗ്രഹിക്കണേ റബ്ബേ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും അവരെയും ഒരുമിച്ച് ചേർക്കണേ നാഥ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.